ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഡോണ്ട് സീ യു ദ ഫ്ലവർ ആൻഡ് ദ ബട്ടർഫ്ലൈ. കൗണ്ട് ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ. കളർ ദ നമ്പർ ആൻഡ് ദ പെറ്റൽസ്. ഡു ദ സെയിം വിത്ത് ദ ബട്ടർഫ്ലൈ. പൂമ്പാറ്റയുടെ ചിറകുകളും പൂവിതളുകളും കണ്ടിട്ടില്ലേ? അവയ്ക്ക് നിറം നൽകൂ. എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന സംഖ്യയ്ക്കും അതേ നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബട്ടർഫ്ലൈക്ക് എത്ര വിങ്സ് ആണ്, ചിറകുകളാണ് ഉള്ളത്? എത്രയാണ്? 1 2 3 4 4 വിങ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഫ്ലവറിന് എത്ര പെറ്റൽസ് ആണുള്ളത്? 1 2 3 4 5 6 7 7 പെറ്റൽസ് ആണ് ഉള്ളത്. ഡ്രോ പെറ്റൽസ്. See the numbers, make and color the petals by dipping your fingertips in paint. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ചായത്തിൽ വിരൽ മുക്കി പൂവിൻ്റെ ഇതളുകളുടെ എണ്ണത്തിനനുസരിച്ച് പതിപ്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ കൈയുടെ വിരലിലാണ് പെയിൻറ്റ് തേക്കേണ്ടത് കേട്ടോ. എന്നിട്ട് പെറ്റൽസ് വരച്ച് ചേർക്കണം. ആദ്യം തന്നിരിക്കുന്ന ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ്. കണ്ടില്ലേ? അപ്പോൾ 7 പെറ്റൽസിലും നിങ്ങൾ വിരലുകൾ കൊണ്ട് പെയിൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 9 ആണ്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? 9 പെറ്റൽസ് വരച്ച് ചേർക്കണം. എന്നിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അടുത്തത് വരയ്ക്കാനുള്ളത് 5 8 6 5 8 6. അപ്പോൾ ഇതും ചെയ്തു നോക്കാം. കണ്ടില്ലേ? 5 ഇതളുകളാണ് ഒരു ഫ്ലവറിനുള്ളത്. അതുപോലെ തന്നെ ഇനി 8 എണ്ണം, പിന്നെയോ 6 എണ്ണം. ഇതിനൊക്കെ കളർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ലെറ്റ്സ് റൈറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഫിംഗേഴ്സ് റൈസ്ഡ് ഇൻ ഈച്ച് പിക്ചർ. നിവർത്തിയ വിരലുകളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കാം. എത്രയാണ് വിരലുകൾ നിവർത്തിയിട്ടുള്ളത്? 1 2 3 3 വിരലുകൾ. അടുത്തത് 1 2 3 4 5 6 7 8 9 9 വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് 1 ഒരു വിരലാണ്. കണ്ടില്ലേ? അപ്പോൾ 3 പിക്ചറിന് താഴെയും ഇതുപോലെ എഴുതി വയ്ക്കണം. അടുത്തത് നോക്കാം. ഇതിലും 3 പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യ പിക്ചറിൽ എത്രയാണ് ഉള്ളത് നോക്കാം. കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 4 നിവർത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പിക്ചറിലോ 1 2 3 4 5 6 6. മൂന്നാമത്തെ പിക്ചർ 1 2 2 വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഓരോ നമ്പറും എഴുതി ചേർക്കണം. ഇനി അടുത്തത് നോക്കാം. ആദ്യത്തെ പിക്ചറിൽ എത്രയാണ് നിവർത്തിയിട്ടുള്ളത് വിരലുകൾ? 1 2 3 4 5 6 7 8 8 വിരലുകൾ. അടുത്തതോ 1 2 3 4 5 5 വിരലുകൾ. അടുത്തത് 1 2 3 4 5 6 7 7 വിരലുകളാണ് അവസാനം അപ്പോൾ ഏതൊക്കെയാണ്? 8 5 7 ഇത്രയുമാണ് ഉള്ളത്. ലെറ്റ്സ് റൈറ്റ് ദ എബവ് നമ്പേഴ്സ് ഇൻ ഓർഡർ. നമുക്കിപ്പോൾ കിട്ടിയ നമ്പേഴ്സ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. വർക്ക്ഷീറ്റ് 18. 18ാമത്തെ വർക്ക്ഷീറ്റാണ്. ഡോമിനോസ് ഓഫ് 6. ആഡ് ഡോട്ട്സ് ആൻഡ് മേക്ക് ഡോമിനോസ് ഓഫ് 6. റൈറ്റ് ദ നമ്പേഴ്സ് 2. ഡോമിനോസിലുള്ള ഡോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണം. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. 4 ആൻഡ് 2. റെഡ് കളറിൽ 4ഉം യെല്ലോ കളറിൽ 2ഉമാണ്. 4 കൂട്ടണം 2 6. അടുത്തത് 3 ഡോട്ട്സ് മാത്രമേ തന്നിട്ടുള്ളൂ. റെഡ് കളറിൽ യെല്ലോയിലൊന്നുമില്ല. അപ്പോൾ 6 കിട്ടണമെങ്കിൽ 3 ആൻഡ് 3 ഈക്വൽ ടു 6. 3 ഡോട്ട്സ് അവിടെ ഇടണം. അടുത്തത്
1 ഡോട്ടാണ് യെല്ലോയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ റെഡിൽ എത്ര കൊടുക്കണം? 5 ആൻഡ് 1 6. നെക്സ്റ്റ് നോക്കൂ, 5 ഡോട്ട്സ് ആണ് ആ റെഡ് കളറിൽ തന്നിട്ടുള്ളത്. 5 ആൻഡ് 1 6. അപ്പോൾ യെല്ലോയിൽ 1 വരച്ച് ചേർക്കണം. അടുത്തത് 2 ഡോട്ട്സ് ആണ് റെഡിലുള്ളത് അല്ലേ? 2 ആൻഡ് 4 6. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 6 4 ആൻഡ് 2 ഈക്വൽ ടു 6. നെക്സ്റ്റ് 5 പ്ലസ് 1 ഈക്വൽ ടു 6. നെക്സ്റ്റ് 3 ആൻഡ് 3 ഈക്വൽ ടു 6. 4ഉം 2ഉം കൂട്ടുമ്പോൾ 6 ആണ്. 5ഉം 1ഉം കൂട്ടുമ്പോൾ 6 ആണ്. അതുപോലെ തന്നെ 3ഉം 3ഉം കൂട്ടുമ്പോഴും 6 ആണ്. സെറ്റ് ഓഫ് ഹാറ്റ്സ്. The hat seller started his journey with 7 hats. How many hats can be in each hand to make a total of 7? Draw and match. 7 തൊപ്പികൾ 2 കൈയിലുമായി എടുത്ത് തൊപ്പിക്കാരൻ യാത്രയായി. ഓരോ കൈയിലും എത്ര തൊപ്പികൾ വീതം ആകാം? വരച്ച് യോജിപ്പിക്കൂ. അപ്പോൾ ടോട്ടൽ എത്ര തൊപ്പികളാണുള്ളത്? 7 ഹാറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു കൈയിൽ എത്ര, മറ്റേ കൈയിൽ എത്ര? ലെഫ്റ്റ് ഹാൻഡിൽ എത്ര, റൈറ്റ് ഹാൻഡിൽ എത്ര? ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 7 ആവാൻ ഇനി എത്ര വേണം? 4 കഴിഞ്ഞാൽ 5 6 7 3 കൂടി വേണം. അപ്പോൾ അങ്ങോട്ട് ലൈൻ കൊടുക്കുക. ഇനിയുള്ളത് 5 ആണ് അല്ലേ? 5 കഴിഞ്ഞാൽ പിന്നെ 6 7 2 കൂടി വേണം. അടുത്തത് 1 ആണ്. 1 കഴിഞ്ഞാൽ 2 3 4 5 6 7 6 കൂടി വേണം. അടുത്തത് 3 ആണ് അല്ലേ? അപ്പോൾ 3 കഴിഞ്ഞാൽ പിന്നെ 4 5 6 7 എത്ര വേണം? 4 കൂടി വേണം അല്ലേ? അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കറക്റ്റ് വരച്ച് യോജിപ്പിക്കണം. ഡൗൺ ദ മാച്ചിങ് നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഹാറ്റ് സെല്ലറുടെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഉള്ളത് ഏതൊക്കെയാണ് എന്ന് ആഡ് ചെയ്തിട്ടല്ലേ നമുക്ക് 7 കിട്ടിയത്. അപ്പോൾ 4 + 3 = 7. ഇനി ഏതൊക്കെയാണ്? 1 + 6 = 7. 5 + 2 = 7. 3 + 4 = 7. Works make hangings. Are there as many flowers in the hangings as given in each box? തോരണങ്ങളിൽ എല്ലാം മുകളിൽ എഴുതിയ എണ്ണത്തിനനുസരിച്ച് പൂക്കളുണ്ടോ? തോരണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ തോരണത്തിലും ഉള്ള പൂക്കളുടെ എണ്ണം മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അത്രയും പൂക്കൾ ഉണ്ടോ എന്ന് എണ്ണി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യത്തേത് 9, പിന്നെ 5 7 6 8 6 7 8 9 ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തേത് എണ്ണി നോക്കാം. 9 എത്രയാണ് വരുന്നത്? 1 2 3 4 5 6 7 8 8 ഉള്ളൂ. 9 വേണ്ടത് അല്ലേ? അപ്പോൾ എത്ര കൂടി വേണം? 8 9 ഒന്നുകൂടി നമ്മൾ വരച്ച് ചേർത്തു. കണ്ടില്ലേ? ഇനി അടുത്തത് 5 ആണ് വേണ്ടത്. പക്ഷെ അതിലെത്ര പൂക്കളാണുള്ളത്? 1 2 3 4. അപ്പോൾ എത്ര കൂടി വേണം? 5 ഒന്നുകൂടി വേണം. ഇനി മൂന്നാമത്തേത് നോക്കൂ. 7 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ 1 2 3 4 5 5 ഉള്ളൂ. ഇനി എത്ര വേണം? 2 കൂടി വേണം. 6 7. അടുത്തത് 6 ആണ്. അതിൽ നമുക്ക് 2 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര എണ്ണം വേണം? 3 4 5 6 4 കൂടി നമ്മൾ വരച്ച് ചേർക്കണം. കണ്ടില്ലേ? ഇതുപോലെ. അടുത്തത് 8 ആണ്. അതിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ഫ്ലവേഴ്സേ ഉള്ളൂ. അപ്പോൾ 2 കൂടി വേണം. 7 8. പിന്നെ പറഞ്ഞിരിക്കുന്നത് 6 ആണ്. പക്ഷേ ഒറ്റ ഫ്ലവേഴ്സും ഇല്ല. അപ്പോൾ നമ്മൾ 6 ഫ്ലവേഴ്സ് വരച്ച് ചേർക്കണം. ഇനി 7 ആണ് അടുത്ത നമ്പർ അല്ലേ? അതിലാണ് തന്നിരിക്കുന്നത് 1 2 3 മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര എണ്ണം ചേർത്തു? 4 5 6 7 4 വരച്ച് ചേർത്തു. പിന്നെ തന്നിരിക്കുന്നത് 8 ആണ്. കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എത്രയാണുള്ളൂ? 1 2 3 4 5 6 7 മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി വരച്ചപ്പോൾ 8 ആയി. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 9 ആണ്. അത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് 9 ഉണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം വന്നില്ല. കണ്ടില്ലേ? ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഈച്ച് ഹാങ്ങിങ് നൗ? എത്ര ഫ്ലവേഴ്സ് ആണ് ഓരോ ഹാങ്ങിങ്ങിലും ഉള്ളത്? Draw the flowers to match the number given. Top of each hanging, write the number flowers you added. തന്നിരിക്കുന്ന
ഓരോ തോരണത്തിലും ഇപ്പോഴുള്ള പൂക്കൾ എത്രയാണ്, അവർ തന്നിരിക്കുന്ന പൂക്കൾ എത്രയാണ്. അതുപോലെ തന്നെ എണ്ണത്തിനനുസരിച്ച് പൂക്കൾ വരച്ചു ചേർക്കൂ. വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം എഴുതൂ. നമ്മൾ വരച്ച പൂക്കളുടെ എണ്ണം കൂടി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര അവർ തന്നിട്ടുണ്ട്. 8, 4, 5, 2, 6, 0, 3, 7, 9. ഇനി നമ്മൾ വരച്ച് ചേർത്തതോ 1, 1, 2, 4, 2, 6, 4, 1, 0. വർക്ക്ഷീറ്റ് 21. 21ാമത്തെ വർക്ക്ഷീറ്റാണ്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ബൾബ് വിച്ച് ആർ സെയിം ഇൻ കളർ. ഒരേ കളറിലുള്ള ബൾബുകളുടെ എണ്ണം എഴുതാനാണ്. ആദ്യം ബ്ലൂ കളർ തന്നിട്ടുണ്ട് അല്ലേ. 5 and 3 = 8. 5ഉം 3ഉമാണുള്ളത്. അപ്പോൾ നമുക്ക് 8 കിട്ടും. ഇനി അടുത്തത് യെല്ലോ, മഞ്ഞ കളറിലുള്ളത് 2 and 6. 2ഉം 6ഉം. അപ്പോൾ 8 കിട്ടും. ഇനി ഗ്രീൻ, പച്ച കളറിലുള്ളത് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 and 1. 7 and 1, 8. 7ഉം 1ഉം 8. ലാസ്റ്റ് റെഡ് കളറാണ്. 4 and 4. 4ഉം 4ഉം 8. അതും 8. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ 8 ആണ്. ഡ്രോ ബ്രിക്സ് ആൻഡ് മേക്ക് 9 in each stack. ബ്രിക്സ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിൽ ഓരോന്നിലും 9 വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലതിൽ 9 ഇല്ല. അപ്പോൾ നമ്മളോടത് വരച്ച് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് 9 ഉണ്ട്. രണ്ടാമത്തേത് നോക്കൂ, 8 bricks in the picture, 1 bricks drawn. 8 ബ്രിക്സ് പിക്ചറിലുണ്ട്, ഒരെണ്ണം വരച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് 6 bricks in the picture, 3 bricks drawn. 6 എണ്ണം പിക്ചറിലുണ്ട്, 3 എണ്ണം വരച്ചു ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 bricks in the picture, 1 bricks drawn. 8 എണ്ണം പിക്ചറിൽ തന്നിട്ടുണ്ട്, ഒരെണ്ണമാണ് വരയ്ക്കേണ്ടത് അല്ലേ. ലാസ്റ്റ് 7 bricks in the picture, 2 bricks drawn. 7 എണ്ണം പിക്ചറിലുണ്ട്, 2 എണ്ണം വരച്ചു ചേർക്കണം. Who am I? Color the picture of the number that gives the answer in each box. ഓരോ ബോക്സിലും കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കിട്ടുന്ന ആൻസറിന് കളർ കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തേത് I have 2 ones. എന്നിൽ എത്ര ഒന്നുകളാണുള്ളത്? 2 ഒന്നുകളാണ്. I am half of 4. ഞാൻ 4ൻ്റെ പകുതിയാണ്. Tell me who am I? ഞാൻ ആരാണ്? അപ്പോൾ 2 ഒന്നുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായിരിക്കും? 1 + 1 = എത്രയാണ്? 2 ആണ് അല്ലേ. അതുപോലെ തന്നെ പറഞ്ഞത് 4ൻ്റെ പകുതിയാണ് എന്നാണ്. 4ൻ്റെ ഹാഫ്, പകുതി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2 + 2 ആണ് നമുക്ക് 4 കിട്ടുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? 2. 2 ആണ് ഉത്തരം. നെക്സ്റ്റ് I am big. 2, 4, 7 and 8 starts fighting. Who is the biggest among them? ഞാനാണ് വലുത് എന്ന് പറഞ്ഞിട്ട് 2ഉം 4ഉം 7ഉം 8ഉം കൂടി ഫൈറ്റ് തുടങ്ങി. ആരാണ് വലുത്? ആരായിരിക്കും വലുത്? നിങ്ങൾക്കറിയാം അല്ലേ. ആരാണ്? ഏറ്റവും ചെറുത് 1 ആണ്. അത് കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. പിന്നെ 4, 5, 6, 7, 8. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് ആരാണ്? 8 എന്നത്. When 1 is added, I am 6. ഒരെണ്ണം കൂട്ടിയാൽ ഞാൻ 6 ആകും. When 1 is left, ഒരെണ്ണം പോയാലോ I am 4. 4 ആകും. അപ്പോൾ ഏതാണ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സംഖ്യയോട് 1 കൂട്ടിയാൽ ഞാൻ 6 ആകും, 1 കുറച്ചാൽ ഞാൻ 4 ആകും. അപ്പോൾ ആരായിരിക്കും? 5 + 1 = 6. 5 - 1 = 4 അല്ലേ. എന്നോട് 1 കൂട്ടിയാൽ 6 എന്ന് പറഞ്ഞാൽ 5 + 1. 5നോട് 1 കൂട്ടിയാൽ 6. എന്നിൽ നിന്ന് 1 കുറച്ചാൽ 4. 5 - 1 = 4. ആൻസർ 5. Okay dears, complete your textbook activities and study well. See you in next class. Thank you.